രാവിലെ അപ്പത്തിന് 10 മിനിറ്റിനുള്ളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയുടെ ഇത് കാണിച്ചു തരട്ടെ. ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. സിമ്പിളായിട്ട് രാവിലെ പുട്ടിൻ്റെ അപ്പത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബീഫ് കറിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു 2 സവാളയും കൂടെ കൂട്ടിയിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു 2 സ്പൂണോളം മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി, ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി, ഗ്രാമ്പു വെളുക്ക പട്ട പൊടിച്ചതും ഒരു 1.5 സ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്ത് കൊടുക്കട്ടെ. ഒരു മല്ലിക്കുത്തൊക്കെ മാറുന്ന രീതിയിൽ വരെ ഒന്ന് വറുത്ത് കൊടുക്കണേ. അതിനുശേഷം നമുക്ക് നല്ലൊരു നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ബീഫ്, ഒരു 1/2 കിലോയോളം ബീഫ് ഉണ്ടെങ്കിൽ എന്തോരാണ് ബീഫ് അതിനനുസരിച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു മസാലയുടെ കൂട്ടത്തിൽ തന്നെ ഒന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഒരു 1.5 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ശേഷം ഇതുപോലെ നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടങ്ങ് താളിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബീഫ് കറിയാണ് കേട്ടോ. രാവിലെ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഉപ്പുമാവിൻ്റെ ഒക്കെ കൂടത്തിൽ ഒഴിച്ച് കൂട്ടി എടുക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണ്. ഉണ്ടാക്കി നോക്കാം.